നമസ്കാരം റിവ്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന സിട്രന്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള സിട്രൻ ബസാൾട്ടിനെ പറ്റിയാണ്. ഇപ്പോൾ ബസാൾട്ട് എന്ന് പറയുന്നത് ഒരു കൂപ്പ SUV ആണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ തൊട്ട് മുന്നേ ഉള്ള സിട്രൻ മോഡൽസിനെ കൂടി നമുക്ക് പറഞ്ഞു പോകാം. കുറച്ച് നാളായിട്ടുള്ള സിട്രൻ വന്നിട്ട് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു C5 എയർക്രോസ് എന്ന് പറയുന്ന ഒരു പ്രീമിയം സെഗ്മെന്റ് മോഡലായിരുന്നു. അതിനുശേഷം ഒരു കോമ്പാക്ട് മോഡലായിട്ടുള്ള C3 വന്നു. C3യുടെ തന്നെ ഒരു ഇലക്ട്രിക് വെർഷൻ കൊണ്ടുവന്നു. പിന്നീട് C3യുടെ തന്നെ ഒരു എയർക്രോസ് വെർഷൻ, ഒരു 7 സീറ്റർ വെർഷൻ കൊണ്ടുവന്നു. കുറേ അധികം സെയിൽസ് എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒരു സർവീസ് നെറ്റ്വർക്ക് പുവർ ആയതുകൊണ്ടാവണം വിചാരിച്ചൊരു സെയിലിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല ചില മറ്റ് പ്രശ്നങ്ങളും കമ്പനി നേരിട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മളൊരു സെഗ്മെന്റ്, പ്രൈസ് സെഗ്മെന്റിൽ ഒരു വാഹനം കൊടുക്കുമ്പോൾ അതിൽ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്ന ഫീച്ചേഴ്സിന്റെ പകുതി ഫീച്ചേഴ്സ് പോലും കൊടുക്കാൻ സിട്രന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതെല്ലാ മോഡൽസിനും വളരെ വ്യക്തമാണ്. പ്രീമിയം സെഗ്മെന്റ് ആയിട്ടുള്ള C5 എയർക്രോസിൽ അത് വ്യക്തമായിരുന്നു. ധാരാളം ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പോലും ആ മോഡലിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ എല്ലാം ഒരു റിവ്യൂ എടുത്തിട്ടായിരിക്കണം പുതിയൊരു മോഡലിലേക്ക് വരുമ്പോൾ അവർ കുറേയധികം പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. സ്റ്റിൽ മിസ്സിംഗ് സം ലോട്ട് ഓഫ് ഫീച്ചേഴ്സ്. പക്ഷേ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സിന് അത് കൊണ്ടുവന്നിട്ടുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഒരു ഡിസൈനാണ്. ഓവറോൾ എനിക്ക് അതിൻ്റെ ഡിസൈൻ പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കൂപ്പേ സ്റ്റൈലിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിട്രൻ്റെ ഒരു ട്രഡീഷണൽ എലമെന്റ്സ് എല്ലാം അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലോഗോ, അതേപോലെ തന്നെ ഗ്രില്ലെല്ലാം ആ ഒരു സ്റ്റൈലിംഗ് കീപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു വൈ ഷേപ്ഡ് ആയിട്ടുള്ള DRLs കൊടുത്തിട്ടുണ്ട്. LED യൂണിറ്റ്സ്, ഹെഡ്ലാമ്പ് യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. C3 മിസ് ചെയ്തൊരു കാര്യമായിരുന്നു അത്. ആ ഗ്രില്ലിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ഒരു ഏരിയ കുറച്ച് ചങ്കി ബമ്പർ ഏരിയ ആണെന്ന് നമുക്ക് പറയാം. അവിടെ സ്ക്വയറിഷ് ആയിട്ടുള്ള കുറേ എലമെന്റ്സ് വെച്ചിട്ടുള്ള ഒരു എയർ ഡാംസ് കാണാൻ പറ്റും. സ്കിപ്പ് ലൈറ്റ്സ് വരുന്നുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു റിയർ ആണ്. കംപ്ലീറ്റ് ഒരു പ്രോപ്പർ ഫ്രഞ്ച് സ്റ്റൈലിംഗ് കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു റിയർ സ്റ്റൈലിംഗ് ആണ് വരുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും ഒരു SUV എലമെന്റ്സ് കീപ്പ് ചെയ്യാനെന്നോളം സ്ക്വയറിഷ് ആയിട്ടുള്ള വീലാർച്ചസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡ് സ്കിപ്പ് ലൈറ്റ്സിന്റെ മുകളിലായിട്ട് പ്ലാസ്റ്റിക് ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കുറച്ച് SUV എലമെന്റ്സ് ആണെന്ന് പറയാം. പിന്നീട് നമുക്ക് റിയറിൽ പറയാൻ പറ്റുന്ന റിയർ വിൻഡോയുടെ ആ ഭാഗത്തേക്ക് സ്ലോപ്പി ആയിട്ട് ഒരു കൂപ്പേ സ്റ്റൈലിംഗ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഷാർപ്പിൻ ആന്റിന വരുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് സ്പോയിലർ വരുന്നുണ്ട്. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ORVMs വരുന്നുണ്ട്. അത് പ്രീവിയസ് മോഡലിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സ്റ്റൈലിംഗിൽ വരുന്നത്. ഇനി സ്റ്റൈലിംഗിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എടുത്തു പറയേണ്ട ഒരു ഓൾഡ് സ്കൂൾ എലമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഡോർ ഹാൻഡിൽസ് ആണ്. നമ്മുടെ ട്രഡീഷണൽ കീ ഉപയോഗിച്ച് ഡോർ ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്ക്രാച്ചസ് ഡോർ ഹാൻഡിൽസിൽ വീഴുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അതെന്തിനാണ് അങ്ങനെ ഒരു സിസ്റ്റം കൊടുത്തതെന്ന് സ്റ്റിൽ അറിയില്ല. എന്തായാലും ആ ഒരു ഓൾഡ് സ്കൂൾ എലമെന്റ് ഒഴിച്ചു നിർത്തിയാൽ ഓവറോൾ എൻ്റെ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ വളരെ നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണെന്നാണ് പൊതുവിൽ നമുക്ക് കേട്ടിരിക്കുന്ന അഭിപ്രായം. അതിൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ആയാലും ബിൽഡ് ക്വാളിറ്റി ആയാലും ഡാഷിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ എലമെന്റ്സ് ആയാലും എല്ലാം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിയറിംഗ് എല്ലാം ട്രഡീഷണൽ സ്റ്റൈലിംഗ് തന്നെയാണ്. 10.25 ഒരു ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ 7-inch TFT ക്ലസ്റ്റർ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. വയർലെസ് ചാർജിങ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഒരു പ്രത്യേകത. മാത്രമല്ല പ്രീവിയസ് മോഡൽ ഉണ്ടായിരുന്ന സെൻട്രൽ കൺസോളിലായിരുന്നു പവർ വിൻഡോയുടെ എല്ലാം കൺട്രോൾസ് കൊടുത്തിരുന്നതെങ്കിൽ അത് ഇപ്പോൾ നിലവിൽ അത് അവിടെ നിരത്ത് മാറ്റിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള നോർമൽ പൊസിഷൻസിലേക്ക്, ഡോർ പാഡ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പലപ്പോഴും കസ്റ്റമേഴ്സ് പറഞ്ഞിരുന്നൊരു ഇഷ്യൂ ആയിരുന്നു ആ ഒരു പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. മാത്രമല്ല റിയറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു AC ബ്ലോവർ കൊടുത്തിട്ടുണ്ട്. അത് പ്രീവിയസ് മോഡലിൽ മിസ്സിംഗ് ആയിരുന്നു. പിന്നെ ഈ ഒരു ഫ്രണ്ടില് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ് ഹൈറ്റ് എന്നല്ല, മാനുവലി അഡ്ജസ്റ്റബിൾ തന്നെയാണ്. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ ഡീസന്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് അവിടെ കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വീൽ ബേസ് 2651 mm ആണ്. വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് എബോവ് 4 മീറ്റർ ആണ്. 4352 അതിന്റെ ലെങ്ത് വരുന്നത്. വിഡ്ത്ത് 1765 mm, ഹൈറ്റ് 1593 mm വരുന്നത്. പിന്നെ സെക്കൻഡ് റോയിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ് കുറേയധികം ഫീച്ചേഴ്സ് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു 2 ഫീച്ചർ എടുത്തു പറയേണ്ടതാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ അധികം അങ്ങനെ ഒരു സിസ്റ്റം കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ തൈ സപ്പോർട്ട് അഡ്ജസ്റ്റബിൾ, 3-way അഡ്ജസ്റ്റബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല ഹെഡ് സപ്പോർട്ടിൽ നമുക്കൊരു വിങ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടി ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 470 ലിറ്റർ ആണ്. 16 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് വരുന്നത്. അലോയ് ഡിസൈനും എല്ലാം ഒരു വളരെ
എക്സൈറ്റ്മെന്റ് തോന്നുന്ന ഡിസൈൻ ഒരു നീറ്റ് ഡിസൈൻസ് ആയിട്ട് തോന്നി. 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ചെയ്യുന്ന ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. SUV എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് അവിടെ കിട്ടുന്നുണ്ട് സിട്രോൺ ബസാൾട്ടിന്. ബ്ലൂ, റെഡ്, വൈറ്റ്, ഗ്രേഡ് രണ്ട് ഷെയ്ഡ്, ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ബ്ലൂവും റെഡും ആണ്. മാത്രമല്ല ഡ്യുവൽ ടോൺസും വരുന്നുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ 6 എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട്, ESP കൊടുത്തിട്ടുണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഇതെല്ലാം സേഫ്റ്റി കാര്യങ്ങളെല്ലാം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ഫ്ലൈയിങ് കാർപ്പറ്റ് എന്ന പേര് കേട്ട അവരുടെ വളരെ മികച്ച ഒരു സസ്പെൻഷൻ യൂണിറ്റ് തന്നെയാണ് സിട്രോൺ ബസാൾട്ടിലും കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല പ്രീവിയസ് മോഡൽസിലെല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ഓപ്ഷൻസും ഗിയർ ബോക്സ് ഓപ്ഷൻസും തന്നെയാണ് സിട്രോൺ ബസാൾട്ടിലും കൊടുത്തിട്ടുള്ളത്. 2 എഞ്ചിൻ ഓപ്ഷൻസിലായിരിക്കും ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുണ്ടാവുക. 3 സിലിണ്ടർ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുമാണ് സിട്രോൺ ബസാൾട്ടിന് ഉണ്ടാവുക. 3 സിലിണ്ടർ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 82 ഹോഴ്സ് പവർ 115 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇതിൽ വരുന്നത്. രണ്ടാമത്തെ എഞ്ചിൻ ഓപ്ഷനായ 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ 110 ഹോഴ്സ് പവറും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ 190 ന്യൂട്ടൺ മീറ്റർ ടോർക്കും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ 205 ന്യൂട്ടൺ മീറ്റർ ടോർക്കും നൽകുന്നു. നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിന്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കമ്പനി ക്ലെയിം ചെയ്യുന്നത് 18 km/ലിറ്ററും ടർബോ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 18.7 ആയിട്ടും ടർബോ മാനുവലിലേക്ക് വരുമ്പോൾ 19.5 km/ലിറ്ററുമാണ് അതിനൊരു ഫ്യൂൽ എഫിഷ്യൻസി. ഇനി ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ആണ്. നിലവിൽ കമ്പനി അതിൻ്റെ ഒരു പ്രൈസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡൽ ഒരു 7.99 lakhsന് നമുക്ക് എക്സ് ഷോറൂമിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഒരു ബിലോ 15 lakhsന് നമുക്ക് സിട്രോൺ ബസാൾട്ട് എന്നൊരു കൂപ്പേ SUV ഓൺ റോഡിൽ ഇറക്കാൻ സാധിക്കുമെന്നാണ് നിലവിലുള്ള അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്. എന്നാൽ കുറേയധികം ഫീച്ചേഴ്സ് ഇതിൽ മിസ്സിംഗ് ആണ്. റൈറ്റ് മോഡുകളൊന്നും കൊടുത്തിട്ടില്ല, സൺറൂഫ് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ കീലെസ് എൻട്രി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്തരം കുറേയധികം ഫീച്ചേഴ്സും കൂടി നമുക്ക് ഈ ഒരു പാക്കേജിൽ കൊണ്ടുവരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതെല്ലാം ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഇതിനേക്കാൾ ലോവർ സെഗ്മെന്റ് മോഡൽസിൽ പോലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറുകളാണ്. അപ്പോൾ അത്തരം ഫീച്ചറുകളും കൂടി ഇതിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നമുക്ക് ഇന്നത്തെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ലഭിക്കുമെന്നുള്ളത് നോക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സിട്രോൺ ബസാൾട്ടിനെ പറ്റി നിങ്ങളുടെ ഈ ഒരു ഒപ്പീനിയൻ എന്താണ്? ഇതിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയുള്ള ഒപ്പീനിയൻ, ഡിസൈനിനെ പറ്റിയുള്ള ഒപ്പീനിയൻ ഒക്കെ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് us for more videos.